ഏവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ആമേൻ. സ്തോത്രം. നമുക്ക് ഓഫറിംഗ് അവസാന സെക്ഷനിൽ എടുക്കാം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് ഒരു വചന ചിന്തയിലേക്ക് കടക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. പാസ്റ്റർ ആമേൻ എല്ലാവരും അറിഞ്ഞതാണ്, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ദേശത്തേക്ക് യാത്ര പോയിരിക്കുകയാണ്. മദ്യനിരോധന സമിതിയുടെ ഭാഗമായിട്ട് വിദൂരത്തിൽ സഞ്ചരിച്ച് അവിടെ എത്തപ്പെട്ടു എന്ന് കേൾക്കുവാനും കാണുവാനും എല്ലാം ദൈവം സഹായിച്ചു. ഏവരും ദേവദാസനെ അമ്മ സ്തോത്രം അലോഷ്യസുള്ളവർ കൂടെയുണ്ട്. അമ്മ സ്തോത്രം വേറൊരു മനുഷ്യൻ കൂടെയുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ അവരെ വഹിച്ച് പ്രാർത്ഥിക്കുക. ചെന്ന് നിൽക്കുന്നിടത്ത് സാധാരണകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പോയത് ഒരു ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അവിടെ നടക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ദൈവത്തിന്റെ ഉദ്ദേശം നടന്നാൽ അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവം. നമ്മൾ പറഞ്ഞത് കൊണ്ട് ആരും മാനസാന്തരപ്പെടണമെന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ അവിടെ മാനസാന്തരങ്ങൾ വെളിപ്പെടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ വേഗത്തിൽ ഒരു വചന ചിന്തയിലേക്ക് കിടക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. മതി. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ അവൻ 1-2 ഭാഗങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ അതിന്റെ 1-ാമത്തെ ഭാഗത്തിൽ നിന്ന് ഈ സൺഡേയിൽ അവൻ ദൈവ ഹിതപ്രകാരം ശുശ്രൂഷിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. സ്തോത്രം. അവൻ വചനം ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. അവൻ സ്തോത്രം. ഈ വേദ ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കലക്കങ്ങൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതം ഡിസോർഡറായി മാറുന്നു, എന്തുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു ജീവിതം നയിക്കുവാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, അവൻ ഉപവാസത്തിന് കുറവില്ല, അന്യഭാഷയ്ക്ക് കുറവില്ല. അവൻ സ്തോത്രം. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, കർത്താവേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കലക്കം വെളിപ്പെടുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ നിരാശ വെളിപ്പെടുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ വേദനകൾ വെളിപ്പെട്ടു വരുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ഭാഗം പറയും. അവൻ സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, അവൻ നിങ്ങൾ എന്നിലും വിശ്വസിക്കുന്നില്ല, എന്റെ പിതാവിലും വിശ്വസിക്കുന്നില്ല. സത്യമാണോ? അയ്യോ പാസ്റ്റർ, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവൻ സ്തോത്രം. നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ ഇവിടെ വന്നത്, വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഈ ഞായറാഴ്ച ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വിശ്വസിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഇത്ര ദൂരം വാഹനം ഓടിച്ച് വാഹനത്തിൽ കയറി നമ്മൾ ഇവിടെ വന്നത്. പിന്നെ എന്തുകൊണ്ട് വിശ്വാസമില്ല എന്ന് പറയുന്നു? ഇത് കാണുന്ന വിശ്വാസം. ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നുള്ള വിശ്വാസം, ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയില്ല എങ്കിൽ പാസ്റ്റർ എന്ന് വിചാരിക്കും എന്നുള്ള ചിന്ത, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ വന്നത്. എല്ലാവരെയും ഞാനത് പറയുന്നില്ല, എല്ലാവരെയും ഞാൻ ആ ഗണത്തിൽ കൂട്ടുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്ന വിശ്വാസമുണ്ടല്ലോ, ഇതൊന്നുമല്ല വിശ്വാസം. ചിലർ പറയാറുണ്ട്, ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയില്ല എങ്കിൽ എന്റെ ജീവിതം പോകാം. ഒരു കാലത്ത് ഞാനും പറഞ്ഞതാണെന്നതാ, ഒരു ഞായറാഴ്ച പള്ളിയിൽ മുടക്കിയാൽ ആ ഞായറാഴ്ച പോകുന്നത്. അവിശ്വാസം ഞങ്ങൾ പറഞ്ഞു നടന്നതുകൊണ്ടും പേടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നൊരു കാലമുണ്ടായിരുന്നു. അവിശ്വാസം ഞാൻ വിളിച്ചു പറയാ, അത് നമ്മുടെ ജീവിതത്തിലെ കലക്കങ്ങൾ മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഡിസോർഡറുകൾ മാറണമെങ്കിൽ അവിശ്വാസം യേശുവിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അവൻ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കലക്കങ്ങൾ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. യേശുവിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ പലപ്പോഴും നമ്മൾ കാണുന്ന നിലവാരത്തിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ദൈവ പ്രവൃത്തി വെളിപ്പെടാത്തത് കൊണ്ട് നമ്മൾ പറയും, അവൻ അടുത്ത പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അവൻ ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലൂടെ ആയിരിക്കത്തില്ല എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്റെ ചിന്തയും ദൈവത്തിന്റെ ചിന്തയും ഒന്നല്ല. അവൻ എന്റെയും നിങ്ങളുടെയും മാസ്റ്റർ പ്ലാൻ എന്റെ കർത്താവിന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ സകല ഡ്രോയിങ് ജയിക്കുന്നതും
ചിന്തിക്കുന്ന വഴിയിലൂടെ പോയാൽ ഞാൻ പറയും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ അത് നാശ വഴിയാണെന്ന് ദൈവത്തിന് നന്നേ അറിയാം. നമ്മൾ ദൈവത്തിന് നന്നേ അറിയാവുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ അവൻ സ്വപ്നം സ്റ്റോപ്പായി പോകുന്നത്. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നിട്ട് പിന്നെ വഴിയില്ലാതെ ആയി പോകുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ ഹിതമുള്ള വഴിയിലല്ല. അവൻ ഒരു മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നുന്നു, പക്ഷെ അതിന്റെ അവസാനം നാശ വഴികളെന്ന് വേദപുസ്തകം പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാശ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിന് തടയിടുവാനായി തീരുക, അവൻ ദൈവം അതിന് സ്റ്റോപ്പ് ചെയ്യുവാനായി തീരുക. അപ്പൊ നമ്മുടെ ഹൃദയം കലങ്ങുവാൻ തുടങ്ങും. കർത്താവേ, ഇനി എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ കർത്താവ് പറയുന്നു, മക്കളെ, നിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തത് നിന്റെ ഈ കൊച്ചു ബുദ്ധിക്കകത്ത് നിരക്കുന്ന കാര്യങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ അവസാനം നിനക്ക് നീ ഉദ്ദേശിക്കുന്ന സാധ്യതയിലേക്ക് ചെന്നെത്തുവാൻ കഴിയത്തില്ല എന്ന് എന്റെ പൊന്നു തമ്പുരാന് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും നിന്റെ വഴികളെ എന്റെ ദൈവം സ്റ്റോപ്പ് ചെയ്തത്. അല്ലാതെ നിന്റെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിയാത്തത് കൊണ്ടല്ല. എന്റെ ദൈവത്തിന് അസാധ്യങ്ങളില്ല. ഈ പകൽക്കാലം ഈ സഭയെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയാം, എന്റെ ദൈവത്തിന് അസാധ്യതകളില്ല. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ സാഷ്ടാംഗം വീഴുന്ന ആ ദൈവത്തിന് അസാധ്യതകളില്ല. നമ്മളാണ് പലപ്പോഴും പറയുന്നത് എന്റെ ജീവിതത്തിന് അവൻ സ്വന്തം അസാധ്യതകൾ മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, നിങ്ങൾ കാണുന്നത് അസാധ്യതകളല്ല, അസാധ്യതകളുടെ നടുവിൽ സാധ്യമാക്കി തരുന്നൊരു ദൈവത്തിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മുടെ അസാധ്യതകളാണ് ദൈവത്തിന്റെ സാധ്യതകളെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ അസാധ്യതകളാണ് അവൻ സ്വന്തം, അവൻ നമ്മുടെ സാധ്യതകൾ ദൈവത്തിന്റെ സാധ്യതകളെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിട്ട അവൻ വിഷയത്തിലൂടെ ഒരുപക്ഷെ ദൈവത്തിന്റെ പുറത്തു കൊണ്ടുവരും. വളരെ സൗണ്ട് കുറച്ച് സപ്പോർട്ട് ചെയ്തതിലും കുഴപ്പമില്ല. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ രുചിച്ചറിയുവാൻ പറയും. നമ്മുടെ സാധ്യതകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അസാധ്യതയും, നമ്മുടെ അസാധ്യതകൾ ദൈവത്തിന്റെ മുൻപിൽ ആണോ? അങ്ങനെയാണോ? ദൈവജനത്തോട് ഞാൻ ചോദിക്കും, അങ്ങനെയാണോ നടക്കുന്നത്? ഇന്നുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാധ്യത എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നടക്കത്തില്ല. പക്ഷെ നമ്മൾ ഈ അസാധ്യതയെ നോക്കിയിട്ട് നമ്മൾ പറയും, ഇതൊരിക്കലും നടക്കത്തില്ല, ഇതൊരിക്കലും മുന്നോട്ട് പോകത്തില്ല, ഇതെന്റെ ജീവിതത്തെ വഴി മുടക്കുന്നതാണ്, എന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണെന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഞാൻ വിളിച്ചു പറയില്ല, അതിന്റെ നടുവിലൂടെയാണ് എന്റെ ദൈവത്തിനെ നടത്തിക്കൊണ്ടുപോകുന്നത്. ചെങ്കടലിന്റെ മുൻപിലാണ് അതിന്റെ അസാധ്യത വെളിപ്പെട്ടു നിൽക്കുന്നത്. അവൻ വഴി തിരിച്ചു വിട്ട് ഓട്ടണ്ടാക്കി തന്നു. അവൻ നിന്നെ രക്ഷപ്പെടുത്തുന്ന ദൈവമല്ല. നിന്റെ അസാധ്യതകളെ രണ്ടായി വിഭജിച്ചു മാറ്റിയിട്ട് അതിലൂടെ നിന്നെ അക്കരെ കടക്കുമ്പോൾ നിനക്ക് പറയുവാൻ കഴിയോ, മിരിയാമിനെ പോലെ നിനക്ക് തപ്പെടുക്കണമെങ്കിൽ അവൻ ചില അസാധ്യതകൾ വഴി മാറിയേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആഗ്രഹമോ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ജനത്തിനോട് മോശയിലൂടെ ഫറവോനോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ജനത്തെ ആരാധിപ്പാൻ, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടുതരിക. എവിടെയാ ഒരു ആരാധന വെളിപ്പെടുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോഴല്ല യഥാർത്ഥമായ ഒരു ആരാധന വെളിപ്പെടുന്നത്. ദീപ് വർഷിപ്പ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആരാധന വെളിപ്പെടുന്നത്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പറയാൻ കഴിയത്തില്ല. യഥാർത്ഥ ആരാധന വെളിപ്പെടുന്നത് നീ ചിന്തിക്കാത്ത നിലകളിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ കരപിടിക്കും.
ചെങ്കടലിനെ അവർ വരുന്നതിന് മുന്നേ ഒരു പക്ഷെ വേണമെങ്കിൽ എന്റെ ദൈവത്തിന് വഴി തുറന്നു വയ്ക്കാമായിരുന്നു. എന്റെ ദൈവം തുറന്നു വെച്ചില്ല. കാരണം എന്തെന്നറിയാമോ? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നീ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിന്നെ വിളിച്ചു വാങ്ങി ഈ ആലയത്തിനകത്ത് കൊണ്ടിരുത്തിയത് ലോകത്തിന്റെ ദൈവം അല്ല എന്ന് സ്വന്തം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ചെങ്കടലിന്റെ മുൻപിൽ വന്നു നിന്നിട്ട് ചെങ്കടൽ വഴിമാറാതെ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. ചെങ്കടലിന്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ തിരമാലകൾ അകത്തോട്ട് പോകുന്നുണ്ട്, പിന്നെയും പുറത്തോട്ട് വരുന്നുണ്ട്. തിരമാലകൾ അകത്തോട്ട് പോകുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്. ഇതാ നിങ്ങൾ ഞാൻ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് പറയാനുള്ളത് ഒരു ആരാധന വെളിപ്പെടണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഒരു ആരാധന വെളിപ്പെടുന്നത് ഒരു തപ്പ് കയ്യിലുണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു പക്ഷെ തപ്പെടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഞാൻ വിളിച്ചു പറയുക, ദൈവത്തിൽ വിശ്വാസമുള്ള ദൈവജനമേ, നീ ആദ്യം പ്രതികൂലം മാറിയിട്ട് തപ്പെടുക്കാൻ നിൽക്കരുത്. പ്രതികൂലത്തിന്റെ മുൻപിൽ വച്ചു തന്നെ നീ തപ്പെടുത്താൽ പിശാച് നിന്നെ കണ്ട് ഭയക്കോ. അവൻ പറയോ, അവൻ അയ്യോ, അവൻ സ്വന്തം അവനെ അവൻ 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 ഞാൻ നിരൂപിച്ചതുപോലെയല്ല, ഞാൻ നിരൂപിച്ചതിനെ പോലെയല്ല. അവൻ ഒരു യഥാർത്ഥ ഭക്തനെ കുറിച്ച് വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയൂ. ചെങ്കടലിനകത്ത് കിട്ടിയതല്ല തപ്പ്. ഹലോ, സ്തോത്രം. അങ്ങ് അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നതാ തപ്പ്. സ്തോത്രം. ഈ തപ്പ് മിരിയാൻ തൂക്കിയിട്ടോട് നടക്കുന്ന തലമുറയായി ഇതിനെ എടുത്ത് പ്രയോഗിക്കുവാൻ, എടുത്ത് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം ഉണ്ടായില്ല. ഞാൻ വിളിച്ചു പറയാ, നിന്റെ അവസരം ചെങ്കടലിനകത്ത് അക്കരെ കയറിയിട്ടല്ല, ചെങ്കടലിന്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തിരമാലകൾ ഒന്നിന് പുറകെ ഒന്നായി നിന്റെ മുൻപിൽ ആദ്യം കയറി വരുമ്പോൾ നീ കപ്പലെടുത്ത് പറയുക, എന്റെ ദൈവം. നിങ്ങൾ ഞാനും അനുജയായി അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ നിങ്ങളെ യഥാർത്ഥമായി പേര് വിളിച്ചിട്ട് സ്വർഗം വിളിക്കണം. ക്രിസ്ത്യാനി പ്രതിസന്ധിയുടെ മുൻപിൽ നീ കരഞ്ഞു പോകരുത്. പ്രതികൂലങ്ങളുടെ മുൻപിൽ നീ തളർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ദൈവം അതിന്റെ യേശു ക്രിസ്തു. അറിയാമോ? അവൻ സ്വന്തം ഈ തപ്പ് ഇന്ന് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. പലപ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ അപ്പാ ദൈവമേ നിനക്ക് സ്തോത്രമെന്ന് പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതിനെ ഇപ്പുറത്തേക്ക് കടത്തിവിടാതെ നാക്ക് പറയും, നീ ഈ കാണുന്ന പ്രതിസന്ധിയുടെ നടുവിൽ സ്തോത്രം ചെയ്യാൻ നിനക്ക് വട്ടുണ്ടോ എന്ന് നീ നിന്നോട് തന്നെ ചോദിക്കുമ്പോൾ അവൻ സ്തോത്രം പരിശുദ്ധയാത്മാവ് പറയുക, അവൻ എപ്പോഴും സ്തോത്രം ചെയ്യും, എപ്പോഴും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ദൈവ ഇഷ്ട. ദൈവത്തിന്റെ ഇഷ്ടമെന്നറിയാമോ? അവൻ പ്രതിസന്ധിയുടെ നടുവിൽ കരഞ്ഞ് കരഞ്ഞ് നിൽക്കുന്ന, അവൻ കൂപ്പുകയർ അന്വേഷിക്കുന്ന, അവൻ വിഷക്കുപ്പി അന്വേഷിക്കുന്ന ഒരു തലമുറയല്ല ദൈവം നോക്കുന്നത്. അതിന്റെ മുമ്പിൽ തപ്പെടുക്കുന്ന, അതിന്റെ മുമ്പിൽ സ്തോത്രം ചെയ്യുന്ന. അങ്ങനെ ഒരു ജനറേഷനെ സ്വർഗം തിരക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ പരിശുദ്ധയാത്മാവ് കാണുന്നത് ഓരോരോ ഹൃദയങ്ങളെയും പരിശുദ്ധയാത്മാവ് തൂക്കി നോക്കുകയാണ്. പ്രതിസന്ധിയുടെ മുൻപിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ നിന്റെ ഭാരം വലുതാണെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ തീർന്നു പോകുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിന്നെ തീർക്കണമെങ്കിൽ ഇന്നലെ തീർക്കാമായിരുന്നു. ഇനി ഇവിടെ ദൈവരാജ്യത്തിനകത്ത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ നല്ല ദാനങ്ങളെ ആസ്വദിപ്പിച്ച് നിന്നെ സ്നാനപ്പെടുത്തി നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി പരിശുദ്ധയാത്മാവെന്ന മുദ്ര നിന്റെ മേലിട്ട് അവൻ സ്തോത്രം നീ
ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ ദൈവം നീതിമാനായ ദൈവം. ഇനി വരുന്നതൊക്കെ നിന്റെ ജീവിതത്തിൽ സ്തോത്രം പറയാനുള്ള കാരണങ്ങളാക്കി മാറ്റണം. ഹലോ, മനസ്സിലാകില്ല. ഇന്നലെ നീ ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ നീ കരയുന്നത് ശരിയാ. അവൻ ക്ഷീണിച്ചത് ശരിയാ. പക്ഷെ ഇപ്പൊ ചെങ്കടലോ സ്തോത്രം, ചെങ്കടലിൽ കടന്നാൽ പിന്നെ നീ ദൈവം നോക്കുന്നത് അവൻ വഴികളിൽ മുഴുവനും ഇവനിൽ ആരാധന വെളിപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നേ, സ്തോത്രം വെളിപ്പെടുന്നുണ്ടെന്ന് നോക്കുന്നേ. അവൻ നിന്റെ ജീവിതത്തിൽ ഒരു സ്തോത്രം വെളിപ്പെട്ടാൽ, അവൻ ഒരു ആരാധന സ്തുതി വെളിപ്പെട്ടാൽ, ആരാധനത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. റെക്കമെൻഡേഷൻ വേണമെന്ന് നിനക്ക് നിന്നെ രക്ഷപ്പെടുത്തുവാൻ ദൂതനിറങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഇത് ആർക്കെ പറ്റത്തുള്ളതെന്ന് അറിയാമോ? കർത്താവ് വിശ്വസിക്കുന്നവർക്ക് പറ്റും. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വലിയ സംഭവമല്ല അവരെ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് എന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവേ അങ്ങേക്ക് മഹത്വമെന്ന് അവൻ പറയുവാൻ കഴിഞ്ഞാൽ അടിസ്ഥാനങ്ങളെ നിന്നെ പിടിച്ചിട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങൾക്ക് അവൻ സ്വന്തം ഉറച്ചിരിക്കുവാൻ കഴിയത്തില്ല. അവൻ ദേശം കുലുങ്ങിയതല്ല, നീ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങും. അവൻ സ്വന്തം നീ കാരാഗ്രഹത്തിൽ കിടന്ന് സ്തോത്രം ചെയ്താൽ ആരുടെയൊക്കെയോ കയ്യിലിരിക്കുന്ന താക്കോലെന്ന പ്രത്യക്ഷത ആരുടെ കയ്യിലിരിക്കുമ്പോൾ അവൻ താക്കോലില്ലാതെ കാലിലെ ആളങ്ങളെ തുറന്നു വിടുവാൻ പരിശുദ്ധ ദൂതാവിനെ ആരുടെ പരിശുദ്ധ ആത്മാവിൽ പകൽക്കാലം ദൂത് പറയുകയാണ്. പറ്റുലെങ്ങനെ വെളിയിൽ കളിക്കരുതായിരുന്നു കേട്ടല്ല. ഇങ്ങനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ, ഇനി നാളെ ഒരു പ്ലാറ്റ്ഫോം തന്നില്ലേ, എനിക്കറിയാം നിർത്തിയ ദൈവത്തെ. നിങ്ങളെയൊക്കെ സിമ്പൽ പിടിച്ചിട്ട് എനിക്കൊന്നും കാണാനില്ല. ഇവിടെ തെരുവുകളിൽ മക്കൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിൽക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ഞാൻ പറയുന്ന വചനത്തിൽ ഒരാളുടെ ഹൃദയത്തിലേക്ക് ഒരാശ്വാസം വെളിപ്പെട്ട ഇതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നത്. അല്ല നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഒന്നുമല്ല. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ തകർന്നിരിക്കുന്ന ഒരുവന്റെയെങ്കിലും ഹൃദയത്തിനകത്ത് ഒരു വിത്ത് വീണാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് മാത്രം നമുക്ക് നോക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ കഴിഞ്ഞാൽ, ആരൊക്കെയോ നിന്നെ പൂട്ടിയിട്ട് അവൻ സ്തോത്രം താക്കോൽ കൊണ്ട് സീൽ ചെയ്ത് അവൻ സ്തോത്രം നിന്റെ വീടിനെ ഞാൻ ജപ്തി ചെയ്തെടുക്കും, നിന്റെ വീടിനെ ഞാൻ എഴുതി വാങ്ങും, നിനക്ക് പകരം തരുവാൻ കഴിയാതെ നീ കടം വീട്ടാതെ അവൻ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ആരുടെയോ അവൻ സ്തോത്രം പരിശുദ്ധയാക്കാവ് ദൂത് പറയുന്നു. ആ താക്കോൽ അവന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ താക്കോലില്ലാതെ നിന്നെ പൂട്ടിയ പൂട്ടുകളെ പുറത്തുവിടുന്ന ഒരു പരിശുദ്ധയാക്കാവിന്റെ ശക്തിയെ ഞാൻ ഇതിനകത്ത് പ്രദർശിപ്പിക്കുകയാണ്. വീട് കൊണ്ടുപോകും.
നിന്റെ വീട് ജഡ്ജ് ചെയ്ത് കൊണ്ടുപോകുമെന്നല്ല, നീ നല്ല വീടുകളെ പണിയുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് നമ്മുടെ കയ്യിൽ വരുമ്പോ നമ്മൾ പറയും, അയ്യോ ആരോട് ചോദിക്കാൻ, ഈ ലോൺ ഒന്ന് അടയ്ക്കാൻ ആരോട് പലിശയ്ക്ക് കടം വാങ്ങാം. ഇതല്ലേ നമ്മുടെ ചിന്ത, ഇതല്ല ദൈവത്തിന്റെ ആരാധന. ഈ നോട്ടീസ് കിട്ടുമ്പോൾ ഇതിനെ മടക്കി അങ്ങോട്ട് വച്ചിട്ട് കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, നല്ല വീടുകളെ ഞാൻ പണിയാൻ പോവുകയാണ്. ഇതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് കരഞ്ഞ് 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 നിന്റെ ജീവിതം നശിപ്പിക്കുന്നതല്ല. അടുത്ത പ്രോസസ് നിന്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ടു വരണോ. അവൻ പ്രതിസന്ധി മാറിയിട്ട് ആരാധിക്കാമെന്നല്ല, പ്രതിസന്ധിയുടെ നടുവിൽ ആരാധിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ അടുത്ത പ്ലാൻ നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ പ്ലാനിൽ നിറവേറാത്തത് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നിരിക്കുന്നതുകൊണ്ട് എന്റെ കർത്താവ് പറയുക, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിൽ വിശ്വസിപ്പീൻ. അവൻ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ സ്തോത്രം നീ ആരാധിക്കാൻ തുടങ്ങിയ ആരുടെയൊക്കെയോ പ്രതീക്ഷകൾ നഷ്ടപ്പെടും. അവൻ പറയും, ഞാൻ കെട്ടിവെച്ച അടിസ്ഥാനത്തെ ഇളക്കുവാൻ ആർക്കും കഴിയത്തില്ല, അടിസ്ഥാനത്തെ തള്ളിക്കളയുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്നുവരെ ഈ ആമത്തിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. കാരണം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അവൻ സ്തോത്രം എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ സ്തോത്രം പറയുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവജനത്തിന്റെ മുന്നിൽ അടിസ്ഥാനത്തിൽ ഉറപ്പ് നശിച്ചു, അടിസ്ഥാനത്തിന്റെ ഉറപ്പ് കെട്ടുപോയി. കാരാഗ്രഹത്തിന്റെ ആമത്തിന്റെ അവൻ ചങ്ങലകൾ അഴിഞ്ഞു വീണു, കാരാഗ്രഹത്തിന്റെ പൂട്ടുപൊളിഞ്ഞു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവൻ പ്രോസസ്സുകൾ നോക്ക്. അവൻ പ്രതികൂലങ്ങളുടെ നടുവിൽ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ചവന്റെ മുൻപിൽ വെളിപ്പെട്ട പ്രോസസ് നോക്ക്. ഒന്ന്, അവൻ ഇരുന്ന അടിസ്ഥാനമെന്ന് കുലുങ്ങി. രണ്ട്, ആമത്തിന്റെ പൂട്ടുകൾ പൊളിഞ്ഞു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഇത് ദൂതാകുന്നേ ഈ പകൽക്കാലന്റെ ജീവിതത്തിൽ ദൂതൊന്ന് ഏറ്റെടുക്കുക. അവൻ ദൂതൊന്ന് ഏറ്റെടുക്കുക. നിന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ മുന്നോട്ടോ പുറകോട്ടോ വിടത്തില്ലെന്ന് പറഞ്ഞ് പൂട്ടിയ ചില പൂട്ടുകളാ ഈ ആമവും ചങ്ങലയും, ഈ ചങ്ങലയും ഈ ആമത്തെയും അതേ കാരാഗ്രഹത്തിൽ തന്നെ അഴിഞ്ഞതില്ല ഒരു അഭിഷേകം. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ നിന്നെ കൂട്ടാൻ അവൻ ഒരു വാതിൽ മതിയെന്ന പലരും ചിന്തിക്കുന്നത്. പക്ഷെ വെളിപ്പാടുള്ളവരറിയാം നിന്നെ കൂട്ടാൻ ഒരു വാതിൽ പോരാ. അവൻ സ്തോത്രം വചനം പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ ആമത്തെ പൊളിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ അവൻ സ്തോത്രം അടിസ്ഥാനത്തെ ഇളക്കാൻ നോക്കിയാൽ നടക്കത്തില്ല.
ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളൊക്കെ ശരിയാണ്. ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളൊക്കെ ശരിയാണ്. അവൻ ചന്ത സ്ഥലത്തുള്ള വലിച്ചെടുത്തതൊക്കെ ശരിയാണ്. നീ നാണം കെട്ടതൊക്കെ ശരി. ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ആരുടെയോ മുൻപിൽ വച്ച നീ നാണം കെട്ട സാഹചര്യങ്ങളുണ്ട്. കടം വാങ്ങിച്ചവനെ പിടിച്ചു നിർത്തി നാണം കെടുത്തിയ അനുഭവങ്ങളുണ്ടെന്ന് പരിശുദ്ധയാണത്. അങ്ങനെ കലങ്ങിയ ഹൃദയത്തോടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധയാണോ പറയുന്നു, ഇല്ല, നീ സ്തോത്രം ചെയ്യും. നീ നിന്ന് വന്നതിനായി സ്തോത്രം. ഈ പരിഹാസം വന്നതിനായി സ്തോത്രം. എന്നെ പിടിച്ചു നിർത്തി കരയിപ്പിച്ചതിനായി സ്തോത്രം. അവൻ സ്തോത്രം. വീട്ടിൽ ദൈവം പറഞ്ഞതിനായി സ്തോത്രം. എന്റെ വീട്ടിന്റെ വരാന്തയിൽ കയറി ഇരുന്നതിനായി സ്തോത്രം. അവൻ സ്തോത്രം. സ്തോത്രമാണ്. എല്ലാവരെയും ഓർത്തെടുത്ത് സ്തോത്രമാണ്. നിന്നെ കരയിപ്പിച്ച വിഷയങ്ങളെ ഓർത്തെടുത്തിട്ട് കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. എന്തിനാണെന്നറിയാമോ? എന്തിനാണെന്നറിയാമോ? നീ നിന്നെ ദൈവത്തിന് നിന്നെ കുറിച്ചത് കണ്ടറിയണം. അവൻ പ്രതിസന്ധിയുടെ നടുവിൽ തകർന്ന ഹൃദയത്തോടുകൂടെയാണോ ഇരിക്കുന്നതെന്ന് ദൈവത്തിന് നോക്കണം. അതോ ഇല്ല, ഉറപ്പോടെ ക്രിസ്തു എന്ന പാറയിൽ ഒരു ചിപ്പി പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ ഈ സ്തോത്രം ചെയ്താലുള്ള ഗുണം ചങ്ങലയായി മാറുന്നതല്ല, ആമം തുറക്കുന്നതല്ല, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതല്ല. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയാം, നിന്നെ നിന്ദിച്ചവൻ, നിന്നെ അപമാനിച്ചവനും നിന്റെ മുൻപിൽ വന്ന് ചോദിക്കും, നീ സേവിക്കുന്ന ദൈവമാരാണ്. ഇതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. കുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ചത് ഇതിനു വേണ്ടി. പ്രതിസന്ധിയുടെ നടുവിൽ കണ്ണുനീരൊഴുക്കുന്നവനാക്കി മാറ്റാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അവൻ പ്രതിസന്ധിയുടെ നടുവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് ചിലരെ നേടുന്നവരാക്കി മാറ്റാനാണ്. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പലപ്പോഴും നമ്മൾ കണ്ണുനീര് മാത്രമേ കാണുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? അടുത്ത പടിയിലേക്ക് പരിശുദ്ധയാത്മാവ് കയറ്റി വിടാത്തതിന്റെ കാര്യം ഇന്നും നീ ബലം പ്രാപിച്ചിട്ടില്ല. ഇന്നും നീ ശിശുവായിരിക്കുകയാ. ഇന്നും ആത്മീയമായ പാല് മാത്രമേ നിനക്ക് ദഹിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് അതിനപ്പുറം ദഹിച്ചോ ചിലത് വരിക. അല്ലയോ ദൈവ പുരുഷന്മാരെ, അപ്പൊ കർത്താവ് പറയും, എന്നിൽ വിശ്വസിക്കുന്നു, എന്റെ പിതാവിൽ വിശ്വസിക്കുന്നു. നേരത്തെ വചനത്തിനകത്ത് പറഞ്ഞതുപോലെ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വേണം എന്റെ ദൂതന്മാരെ കൊണ്ട് ഞാൻ എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ എത്ര വലുതെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ എത്ര വലുതെന്നറിയാമോ? വലത്തെ കാലോ പുറത്തിറങ്ങുമ്പോൾ വലത്തെ കാലോ ഇടത്തെ കാലോ തട്ടിയാൽ നമ്മൾ അന്ന് തുണിയുമായിട്ട് വീട്ടിൽ കയറിയിരിക്കും. അന്നത്തെ ദിവസം നമ്മൾ പുറത്തിറങ്ങത്തില്ല. ദൈവത്തിന് വിശ്വാസമില്ല, അവൻ കർത്താവിനോട് ഉറപ്പില്ല. പക്ഷെ സ്വർഗ്ഗം പറയുന്നു, അവൻ നിന്റെ വഴികളിലൊക്കെ നിന്നെ കാക്കേണ്ടത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ യാദർശിക കാല് തട്ടിയാൽ നമ്മൾ യാത്ര മുടക്കും. ഒരു കഴിപ്പൂച്ച നമുക്ക് എതിർപ്പെട്ട് വന്നാൽ നമ്മൾ യാത്ര മുടക്കും. നമുക്ക് എതിർപ്പ് വരുന്നത് നമ്മൾ അതിന് യോജിച്ചതല്ല എങ്കിൽ നമ്മൾ യാത്ര മുടക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആരാധിക്കുന്നുണ്ട് വാസേ, പ്രാർത്ഥിക്കുന്നുണ്ട് വാസേ, അന്യ ഭാഷയുണ്ട് വാസേ, പക്ഷേ എനിക്കങ്ങോട്ട് ബലം പോലെ. പക്ഷെ സ്വർഗം പറയും, എന്നിൽ വിശ്വസിക്കുക, എന്റെ പിതാവിൽ വിശ്വസിക്കുക. ഇത് രണ്ടും വിശ്വസിച്ചാലുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി ഇറങ്ങിവിടും. അവൻ സ്വർഗത്തിൽ കൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ദൂതന്മാരെ നിനക്ക് വേണ്ടി ഇറക്കി വിട്ടിട്ട് പറയുക, അവൻ സ്വർഗ്ഗം കണിപ്പൂച്ച വന്നവന് പ്രശ്നമല്ല, അവൻ എതിർപ്പവന് പ്രശ്നമല്ല, താഴെ കെട്ടിയവന് പ്രശ്നമല്ല. അവൻ സ്വർഗ്ഗം അങ്ങനെ വിശ്വസിക്കുന്നവന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതന്മാർ. ഏത് ദൂത
സ്റ്റേഷനിലുള്ള പോലീസുകാരല്ല പാറാവുന്നത്. പ്രത്യേക ട്രെയിനിങ് ലഭിച്ച മോദിയുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ അപ്പോൾ വെടിവെച്ചിടാൻ അവൻ സ്തോത്രം അവൻ അതിനുള്ള പവറുള്ള അവൻ നല്ല ട്രെയിനിങ് ലഭിച്ച 24 മണിക്കൂറും ക്യാമറ പോലെ അവരുടെ കണ്ണുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ സ്തോത്രം സെക്യൂരിറ്റി ആണ് മോദിയുടെ കൂടെ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവൻ സ്തോത്രം പോയത്. ഇവിടെ പോലീസുകാരന്മാരുണ്ട്, ബ്ലാക്ക് ടാക്സും ഉണ്ട്. അവൻ സ്തോത്രം കർത്താവ് നമുക്ക് വേണ്ടി അയച്ചത് നെയ്യാറ്റിങ്കര പോലീസിനെ പോലെയുള്ള ഒരു സാധാ ഉദ്യോഗസ്ഥനെയല്ല. അവൻ ഫുൾ ട്രെയിനിങ്ങോടുകൂടെ നിന്റെ കാൽ എങ്ങനെ തട്ടിയാലും വീഴാതെ താങ്ങുവാൻ കരുത്തുള്ള ദൂതന്മാരെ. ഹല്ലേലൂയ. അവൻ സ്തോത്രം സങ്കീർത്തനങ്ങൾ 34 അധ്യായത്തിൽ ഒരു പദം ഇങ്ങനെ എഴുതുന്നുണ്ട്. അവനിലേക്ക് നോക്കിയത് അവരുടെ മുഖമോ ശ്രദ്ധിച്ചോ, ദൈവത്തിലേക്ക് നോക്കിയത് പ്രകാശിതരായി, അവരുടെ മുഖം. ഇത് നമ്മോട് ദൈവം പറയുന്ന പ്രോസസ്. പിന്നെ പ്രതിസന്ധി ഇല്ല എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എല്ലാം ക്ലിയർ ആയി എന്നുള്ളതല്ല. പ്രതിസന്ധിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനയുണ്ട്, കടഭാരങ്ങളുണ്ട്, നിരാശയുണ്ട്. നീ കരണ്ടി കയറി പിടിച്ച നിന്നെയും കണ്ടടിക്കും, അവൻ ലോകക്കാരൻ കരണ്ടി കയറി പിടിച്ച അവനെയും കണ്ടടിക്കും. ചൂട് കൂടിയാലും തന്റെ ശരീരത്തിൽ അനുഭവിക്കും, തണുപ്പ് കൂടിയാലും ശരീരത്തിൽ അനുഭവിക്കണം. അവൻ സ്തോത്രം അവന്റെ പട്ടിണി, അവന്റെ വിശപ്പും നമ്മുടെ വിശപ്പും ഒരുപോലെ തന്നെയാണ്. അവൻ സ്തോത്രം അതിനപ്പുറം നിനക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ അവനിലേക്ക് നോക്കുക. അവൻ വചനം പറയുന്നു, അവനിലേക്ക് നോക്കിയവ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോയില്ല. നിങ്ങളുടെ മുഖം ലജ്ജിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. മുഖം വാടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പറയും എല്ലാവരും വേണമെന്ന് ഞാൻ പറയത്തില്ല. കുടുംബത്തിനകത്ത് എല്ലാവരും വരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയത്തില്ല. വിശ്വസിക്കുന്ന ഓരണം ആരാധന കുടുംബമായിട്ട് കാണും, പക്ഷെ വിശ്വസിക്കുന്ന ഓരണേ കാണത്തുള്ളൂ. പക്ഷേ എല്ലാവരും കൂടെ ഉള്ളതല്ല നമ്മുടെ ജയം, വിശ്വസിക്കുന്നവന് കൂടെയാണ്. മോശയും അഹരോനും ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നതൊക്കെ കാണാൻ കഴിയും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അവൻ സ്തോത്രം ചെന്നെത്തി. അവിടെ വെള്ളമില്ല. ഈ 40 ലക്ഷത്തോളം വരുന്ന ജനത്തിന്റെ മുഴുവൻ നോട്ടം അവരിപ്പോഴും പറയുന്നത് എന്റെ സഹോദരങ്ങളാണ് മരുഭൂമിയിൽ നശിച്ചു, അവിടെ തന്നെ ഞാൻ നശിക്കേണ്ടതായിരുന്നു. ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ കഴിയാത്തവന്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുത്തു വരുന്ന വാക്കാണ് എനിക്ക് എങ്ങനെയെങ്കിലും ചത്താൽ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി. പറഞ്ഞിട്ടില്ലേ? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒളിച്ചോടിയെങ്കിൽ മതിയായിരുന്നു. പറഞ്ഞിട്ടില്ലേ? ഇതേ ജനം തന്നെയാണ് പറയുന്നത്. ഇന്നലകളിൽ ഞങ്ങളുടെ സഹോദരന്മാർ മരുഭൂമിയിൽ വീണു, അവരോടൊപ്പം ചത്താൽ മതിയായിരുന്നു. കുഞ്ഞെ, ഈ വാക്ക് കർത്താവിനെ കാണാത്തത് കൊണ്ട്, യഥാർത്ഥമായി കർത്താവിനെ കാണാത്തത് കൊണ്ട് അവൻ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്ന കർത്താവ് ഈ ചത്താ മതി, ഇനി എനിക്ക് എന്തിനും
ദൈവത്തെയും വിശ്വസിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് വചനം തന്നെ പറയുന്നു. ചത്തായി വചനം പറയുന്നു, ജഡത്തിന്റെ ചിന്തയാണത്. ജഡത്തിന്റെ ചിന്തയോ എന്താ? ജഡത്തിന്റെ ചിന്ത എന്താ? ജഡത്തിന്റെ ചിന്ത എന്താ? ജഡത്തിന്റെ ചിന്ത മരണം. ഇന്ന് ഞാൻ മരിക്കണം, 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 ആരാധിച്ചിട്ട് ഞാൻ മരിക്കണം, പ്രാർത്ഥിച്ചിട്ട് ഞാൻ മരിക്കണം എന്ന് ചിന്തിക്കുന്നെങ്കിൽ പരിശുദ്ധയാത്മാവല്ല നിന്നിൽ പ്രബലപ്പെട്ട് നിൽക്കുന്നത്, നിന്റെ ജഡമാണ്. ഈ പകൽക്കാലം ആ ജഡത്തിനെ കൊല്ലും. ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ ജഡത്തിനെ ഒന്ന് കീറിക്കളയണം. എന്നാലേ നിനക്കൊരു ജയം വെളിപ്പെടണം. അല്ലാതെ കാണുന്ന അവസ്ഥയിലല്ല എനിക്ക് ചാവണം, എനിക്ക് ചാവണം, എനിക്ക് ചാവണം. ഇത് യേശുവിനെ കണ്ടെത്തിയാൽ ചാകാതിരിക്കുന്നവൻ പറയുകയും യേശുവിൽ സകല അനുഗ്രഹവും ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവിൽ സകല അനുഗ്രഹവും മറഞ്ഞു കിടക്കുന്നത് ക്രിസ്തുവിലാണ്. നമ്മൾ അനുഭവിക്കുന്ന രോഗമാണോ അവൻ സ്തോത്രം, ആ അനുഗ്രഹം കിടക്കുന്നത് ക്രിസ്തുവിലാണ്. നമ്മൾ രോഗത്തിന്റെ വേദനയുടെ നടുവിൽ പറയുമ്പോൾ കർത്താവ് പറയും, കാൽവരിയുടെ കുലക്കളത്തിൽ 3 ആളുകൾ തൂങ്ങിക്കിടന്നിട്ട് പറയും, എന്റെ അടിപ്പിണരുകളാ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയ്യോ, അവൻ പ്രവർത്തിയില്ലാതെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? നീ അടിപ്പിണരേറ്റത്, നീ ചാട്ടവാർ അടികൊണ്ടത്, അവൻ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമെന്നാണ്. അതിനപ്പുറം വേദപുസ്തകം പറഞ്ഞു, ഇല്ല മക്കളെ, നീ അനുഭവിക്കുന്ന രോഗമുണ്ടല്ലോ, ആ അടിപ്പിണരിൽ നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ആ മുറിവുടങ്ങാതെ ആ പച്ചമര പൈമര കുരിശിന്മേൽ തൂങ്ങിക്കിടന്ന് അവൻ അവസാനത്തുള്ളി ചോരയും അവൻ കാൽവരിയുടെ കുലക്കളത്തിൽ ഒഴുക്കി മരിച്ചുപോയ യേശു വെറുതെയല്ല ആ ചാട്ടവാർ അടി ഏറ്റുവാങ്ങിയത്. ഒരിക്കലും ഭേദമാകത്തില്ല എന്ന് പറഞ്ഞ് നീ വിശ്വസിക്കുന്ന നിന്റെ രോഗത്തെ സൗഖ്യമാക്കി മാറ്റാൻ നമ്മൾ വിശ്വസിക്കുന്നില്ല. സഭയെന്ന് പറയുമ്പോൾ ഞാൻ കേവലമൊന്നുമല്ല, എന്നെ ഇവിടെ പ്രതിക്കൂട്ടി നിർത്തി തന്നെ ഞാൻ പറയുന്നു. ഞാൻ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒറ്റ മൂടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിരിക്കും. ഗ്യാസാണോ ഒരു കട്ടിയിൽ ഉള്ളി ചവച്ച് കഴിച്ചാൽ മതി. പറ്റത്തിന് പോളാണോ ഇന്ന സാധനം അരച്ച് അങ്ങ് തേച്ചാൽ മതി. ഞാൻ ഇന്ന് വരെ ഒറ്റ മനുഷ്യന്റെ അതരത്തിൽ നിന്നും കേട്ടിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് കുടിച്ചാൽ മതി. ഇത് ഞാൻ കേട്ടിട്ടില്ല. കാര്യം എന്നറിയാമോ? നമ്മൾ ആ അടിപ്പിണരിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏക തെളിവാണ് നമ്മൾ ഇന്ന് ലോകത്തിലെ മരുന്നുകളിൽ ആശ്രയം വയ്ക്കുന്നത്. ഞാൻ പറയത്തില്ല നിങ്ങൾ പോകണമെന്നോ ഡോക്ടറെ കാണണമെന്നോ കാണണ്ടെന്നോ അവൻ ചികിത്സ എടുക്കണ്ടെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. അവരവരുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം ദൈവം കൊടുക്കുന്നുണ്ട് കൃപകൾ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതിനപ്പുറം വേദപുസ്തകത്തിൽ എന്നെ വിശ്വസിച്ച് ആ കാൽവരിയുടെ കുലക്കളത്തിൽ ഞാൻ മുറിഞ്ഞപ്പെട്ടത്, ഞാൻ കീറപ്പെട്ടത്, എന്റെ ശരീരം ഉള്ളത് ചാരം പോലെ ആയി മാറിയത് നിന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ഒരാളോട് ഒരു സോറിയാസിസ് പിടിച്ച ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു, യേശു സൗഖ്യമാണ്. ഒരു ചിരി, ഭയങ്കര ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, ചിരി പ്രാർത്ഥിക്കാനോ ഇത് മരുന്ന് കഴിക്കാതെ സൗഖ്യമാക്കില്ല. അവരോട് എനിക്ക് അടുത്തൊന്നും പറയുവാനില്ല, അടുത്തൊന്നും എനിക്ക് പറയാനില്ല. അവൻ സ്തോത്രം പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു നാൾ സമാഗതമായി എന്ന് ആത്മാവ് സഭയോട് വിളിച്ചു പറയുന്നു. നമ്മൾ ഇന്ന് പ്രസംഗിച്ചു വിട്ടത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന അവൻ ഒരു തലം വെളിപ്പെട്ട് വരിക. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അത്
മോട്ടിവേറ്റ് ചെയ്യുന്ന, അത് കൺട്രോൾ ചെയ്യുന്ന സുദിനങ്ങളാഗതമായി എന്ന് പരിശുദ്ധാത്മാവ് സഭയോട് വിളിച്ചു പറയുന്നു. കർത്താവേ വിടുവിക്കണമേ എന്ന് പറയുന്നവരായിട്ടല്ല, യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ടവരായി സ്തോത്രം എന്ന് പറയുന്ന കർത്താവ് പറഞ്ഞു, മക്കളെ ദൈവം വിശ്വസിക്കുക, എന്റെ പിതാവിലൊന്ന് വിശ്വസിക്കുക. അത് പറഞ്ഞത് സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾ കലങ്ങി പോകരുത്, മുടങ്ങി പോകരുത്, നിങ്ങൾ വേദനപ്പെട്ട് പോകരുത്. ഈ ഭൂമിയിൽ എന്ത്, ഞാൻ അതിനോട് അല്പവും മാറ്റി ഈ ലോകത്തിന്റെ ചില കാര്യങ്ങളിലൂടെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിനക്ക് വാസസ്ഥലം ഒരുക്കിയ ദൈവത്തിന് ഇവിടെ ഞാൻ വിളിക്കാൻ കഴിയും. നമ്മുടെ ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്, നമ്മളെ ഏറ്റവും കൂടുതൽ ദണ്ഡിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് കടപ്പ. രോഗം വന്നാൽ നമ്മൾ സഹിക്കും, നിന്ന വന്നാൽ നമ്മൾ സഹിക്കും, അപവാദം വന്നാൽ നമ്മൾ സഹിക്കും. അവൻ കിടക്കാൻ ഒരു ഇടമില്ലെങ്കിൽ നമ്മൾ എവിടെ കിടന്നാലും ഉറങ്ങും. പിശാചിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഇവരൊക്കെ 7 ചാണകക്കുള്ളിൽ കൊണ്ടിട്ടാലും അവിടെയും ഭാവിഷ്യം നന്നായിക്കളെ അങ്ങനെയുള്ള ടീംസ് ഒന്നും. പക്ഷേ ഹൃദയങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കടമാണ്. കടം. നമ്മൾ ചിന്തിക്കുന്നത്, ഈ ഞാനിപ്പെടുന്ന മനുഷ്യൻ ചിന്തിക്കുന്നത് ആരോട് 5 രൂപ പലിശയ്ക്ക് വാങ്ങാം, ആരോട് പലിശ ഇല്ലാതെ ആരെങ്കിലും തരുമോ, ഇതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ദരിദ്രനായ, കർത്താവ് പറയുകയാണ്, ഞാൻ ദരിദ്രനായത് എന്തിനാ? അല്ലെ, നിങ്ങൾ ഉറങ്ങുന്നതാണോ കണ്ണടച്ചു ചെയ്യുന്ന ശ്രദ്ധിക്കുന്നതാണോ? യേശു ദരിദ്രനായത് എന്തിനാ? നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാ. യേശുവിന് വീടില്ലാതിരുന്നത് നമുക്ക് വീട് കിട്ടാൻ വേണ്ടിയാ. ഹല്ലേലൂയ. യേശു കടഭാരം അനുഭവിച്ചത്, അവൻ യേശുവിന് ടാക്സ് കൊടുക്കുവാൻ ഇല്ലാതിരുന്നത്, അവൻ സ്വന്തം ഭക്ഷണത്തിന് വകയില്ലാതിരുന്നത്. ഒന്ന് വിശ്വസിക്കുക, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നാളെ ഒരു മഹത്വത്തിന് കാരണമായി മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ചന്ത സ്ഥലത്തുകൂടെ വലിച്ചിഴയ്ക്കുവാൻ ലോകത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കാരാഗ്രഹത്തിനൊത്ത് വെച്ച് ചിലരോടൊന്ന് കാണിക്കുവാൻ ദൈവത്തിനുണ്ട്. അവൻ ഇന്നലെ വരെ ഞാൻ അനുവദിച്ചിട്ടല്ലാതെ അവന്റെ കരത്തിൽ തൊടുവാൻ, അവന്റെ കാലിൽ തൊടുവാൻ, അവന്റെ വസ്ത്രത്തിൽ തൊടുവാൻ ആർക്കും അനുവാദമില്ല എന്ന് അവൻ സ്വന്തം ചിലരെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ആദ്യപോലെ ഭയങ്കര ആളുകളായി മാറിയെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കോ ദൈവത്തിന്റെ സാക്ഷ്യത്തിനോ ഒരു കാരണം ഉണ്ടാകത്തില്ലായിരുന്നു. പണ്ടൊക്കെ എന്റെ വീട്ടിലെ ആളുകളെ വിളിച്ചോണ്ട് പോകുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു. നാണക്കേടായിരുന്നു എന്തെന്നറിയാമോ? കുഞ്ഞു വീടല്ലേ, ആ കുഞ്ഞു വീടിനകത്ത് വയ്യോ പാസ് ഇങ്ങനെയുള്ള കുഞ്ഞു വീടിനായിട്ടാണ് താമസിക്കുന്നത്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോ പരിശുദ്ധ ആത്മാവ് എന്നെ ചില കാര്യങ്ങളെ പഠിപ്പിച്ചു. എന്താണെന്ന് അറിയാമോ? സ്തോത്രം. നീ സകലരെ വിളിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവരിക. അവര് കാണുന്ന ഇന്നത്തെ അവസ്ഥ ശ്രദ്ധിച്ചോണേ, ഇന്നത്തെ അവസ്ഥ അവര് കാണണം. എന്നിട്ട് നാളെ നിനക്കൊരു അവസ്ഥ ഉണ്ടാകും. വിശ്വസിക്കുന്നുണ്ടോ? നാളെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ വന്നവരെല്ലാം അവിടെയും അവിടെ വന്നിട്ട് നീ സാക്ഷ്യം പറയണ്ട, നിന്റെ സാക്ഷ്യം അവൻ പറഞ്ഞോളും. നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നു. അപ്പൊ ഞാൻ മടങ്ങിവട്ടെ, അവൻ സ്തോത്രം. ചിലർ പറയുന്നു എനിക്ക് മരിച്ചാൽ മതി. ഒരു 40 ലക്ഷം ജനവും ഒരുമിച്ച് ഒറ്റ ശ്വാസത്തിൽ പറയുകയോ ഞങ്ങൾക്ക് മരുഭൂമിയിൽ മരിച്ചാൽ മതിയായിരുന്നു. അവരുടെയൊക്കെ ചിന്ത ഇങ്ങനെ അവർ പറയുന്നേ, മരുഭൂമിയിൽ അവൻ സ്തോത്രം അത്തിപ്പഴമില്ല. സ്തോത്രം. മരുഭൂമിയിൽ
മാതളമില്ല. മരുഭൂമിയിൽ അവൻ സ്തോത്രം വേറെ ഒന്നും അവിടെ എഴുതിയിട്ടുണ്ട്, ഈന്തപ്പന എങ്ങനെ വേണം, അതില്ല. പിന്നെ വെള്ളമില്ല. ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുക മരുഭൂമിയിൽ അത്തിപ്പഴമില്ല, മരുഭൂമിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമില്ല, വെള്ളമില്ല. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഞാൻ പറയും, അവൻ സ്തോത്രം മരുഭൂമിയിൽ വച്ച് കഴിച്ചിട്ടുള്ളത് പോലെ അവൻ ഇന്നലെ നീ കഴിച്ചതുപോലെ നീ ഒന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ നിനക്ക് അവൻ സ്തോത്രം ഒരു അനുഗ്രഹമാക്കി സ്വർഗമായി. ഞങ്ങൾ യുവതെല്ലാം നോക്കിയാൽ അത്തിപ്പഴം, ഞാവൽപ്പഴം, ആപ്പിൾ, ഓറഞ്ചൊക്കെ. കാരണം അവർക്കറിയാം ഇതൊന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊന്ന് വരാൻ പോകുന്നത്. എന്നിട്ട് പറഞ്ഞിട്ടിരിക്കുക അത്തിപ്പഴമില്ല, വെള്ളമില്ല, അത്തിപ്പഴമില്ല, സ്തോത്രം, മാതളമില്ല, മാതളങ്ങയില്ല, മാതളമില്ല, ആപ്പിളില്ല, ഓറഞ്ചില്ല. സ്തോത്രം. അവിടെ കിടന്നപ്പോഴാണെങ്കിൽ ഇതൊക്കെ കിട്ടുമായിരുന്നു, ഇതൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുമായിരുന്നു, ഇതൊക്കെ കൊണ്ടുവരുമായിരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ രണ്ടുപേർ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു സഭ ഒന്നരങ്ങ ഞാൻ വിളിക്കുന്നില്ല, അതിൽ ഒരാൾക്ക് അവൻ രണ്ടു പേർക്ക് വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ ഒരു സഭയുടെ ആവശ്യത്തെ നിറവേറ്റാൻ എന്റെ സ്വർഗം നിങ്ങളിലൂടെ, നിങ്ങൾ അതേ കൂട്ടത്തിലുള്ളവരായിരിക്കും. പക്ഷേ അതേ ചിന്തയല്ല നീ ചിന്തിക്കേണ്ടത്, അതല്ല നീ പറയേണ്ടത്, പറയേണ്ടത് വെളിപ്പാടുകളാണ്. ഒരു കൂട്ടത്തിലെ നടുവിൽ ഇരുന്നുകൊണ്ട് വ്യത്യസ്തമായ ചിന്തകളോട് കൂടെ ഇരുന്നവർ പ്രതികൂലം വന്നപ്പോൾ ഒന്നിച്ചുകൂടി അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അതിന്റെ നടുവിലിരുന്ന മോശയും മഹരോനും വ്യത്യസ്തമായി ചിന്തിച്ചു, വ്യത്യസ്തമായി പ്രവർത്തിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ഉണർവ് വ്യാപരിക്കുമ്പോ അവൻ സ്തോത്രം എല്ലാവരോടും കൂടെ ചേർന്ന് കൈയടിക്കുന്നവനല്ല, വ്യത്യസ്ത വെളിപ്പാടോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ എന്റെ ദൈവം ഉപയോഗിക്കും. എല്ലാവരും നോക്കിയത് ചുറ്റുമുള്ള മണലാരണ്യത്തിലേക്കാണ്. എല്ലാവരും നോക്കിയത് കാണാത്ത അത്തിപ്പഴത്തിലേക്കായിരുന്നു. എല്ലാവരും നോക്കിയത് അവൻ സ്തോത്രം പലവിധമായ പഴങ്ങളിലേക്കായിരുന്നു. അവർ കണ്ടത് മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന പാറയായിരുന്നു അവർ കണ്ടത്. അവൻ പല നാൾ വെള്ളമില്ല, മരുഭൂമിയിൽ വന്നിട്ട് ഇവർ കണ്ടത് അസാധ്യതകളെയായിരുന്നു. അസാധ്യതകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളോടാണ് പരിശുദ്ധയാത്മാവിന് ദൂത് പറയാനുള്ളത്. അതേ അസാധ്യതയുടെ നടുവിൽ നിന്ന് തന്നെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ കൊണ്ടുവരും. അതേ അസാധ്യതകളുടെ നടുവിലൂടെ തന്നെ എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ കൊണ്ടുവരും. വിശ്വസിക്കുവാൻ പറയാറുണ്ടോ? നിന്റെ വീട്ടിൽ എന്തുണ്ട്, 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 നിന്റെ വീട്ടിൽ എന്തുണ്ട്, എന്തുണ്ട്, എന്തുണ്ട്. നിന്റെ കലത്തിലുള്ള അല്പമാവല്ലേ ഒരപ്പത്തിനുള്ളതല്ലേ ഉള്ളൂ. നീ കണ്ടത് ഈ അല്പം കഴിഞ്ഞ് ഒരപ്പം തീർന്നാൽ അവൻ ഒരപ്പം നീ അടുപ്പിലേക്ക് എടുത്ത് വച്ചാൽ പിന്നെ കാലം ശൂന്യമെന്നതാണ് നീ കണ്ടത്. പക്ഷെ കർത്താവ് പറയും, ക്ഷാമകാലം തീരുന്നതുവരെ നിനക്ക് വേണ്ടിയാൽ മാത്രമല്ല നിന്റെ സകല കുടുംബത്തിൽ ഉപജീവിക്കാനുള്ളത് ഈ കലത്തിനകത്തുണ്ട്. ആ കലത്തിനകത്തുണ്ട്. അവൻ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തിയെ നിനക്ക് വേണ്ടി പരിശുദ്ധയാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി മാത്രമല്ല നിനക്ക് സ്വർഗ്ഗം തരാൻ പോകുന്നത് നിന്റെ സകല കുടുംബത്തിന് വേണ്ടി. ആ കലം നിറച്ചു വെച്ചതും ഭരണി നിറച്ചു വെച്ചതും ആ സ്ത്രീ ഓരോ ദിവസം കോരുമ്പോഴും കുറഞ്ഞു വരുന്നതും കണ്ടത് സ്ത്രീയാണ്. അവസാനത്തെ ഒരപ്പത്തിനുള്ള മാവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് സ്ത്രീയാണ്. എന്തിനെന്നറിയാമോ? നിന്നെ വിട്ട് തന്നെ അത് നിറപ്പിക്കുകയും നിന്നെ വിട്ട് തന്നെ അതിൽ എടുപ്പിക്കുകയും നിന്നെ വിടിവിച്ച് തന്നെ അപ്പം ചുരുക്കുകയും ചെയ്തതിന്റെ കാര്യം, നാളെ ദൈവത്തിനൊരു ആരാധന കൊടുക്കാനുണ്ട്. നാളെ നിനക്കൊരു ദൈവത്തിനൊരു ആരാധന കൊടുക്കാനുണ്ട്. എന്താരാധന? അവൻ തപ്പ് പുറത്ത് കിടപ്പുണ്ട്, പക്ഷെ അവൻ ആരാധിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം കാണുന്നത് ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്കാ, ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്കാ. അതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല. നിർത്ത പരിശുദ്ധയാത്മാവ്
നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ താല്പര്യം? അതിനാമൻ പറയാൻ താല്പര്യം? നീ കണ്ട അതേ അസാധ്യതയിൽ നിന്ന് തന്നെ എന്റെ ദൈവത്തിന് പുറപ്പെടുവിച്ചു, എന്റെ ദൈവത്തിന് പുറപ്പെടുവിച്ചുകൊണ്ട് നീ ഇന്നലെ വരെ മടിക്കുപ്പിഴിച്ച് നോക്കിയപ്പോൾ ചില്ലറകൾ മാത്രമുള്ള മടിക്കുത്തുകളെ എന്റെ ദൈവം കെട്ടിവയ്ക്കാൻ പറ്റാത്തതിനെ. ഞാനത് അനുഗ്രഹം പ്രസംഗിക്കുന്നുവെങ്കിൽ ഇതല്ല എന്റെ വിഷയം. പക്ഷെ ഇത് എന്റെ ദൈവം എന്നെ കൊണ്ട് പറയിക്കുന്നെങ്കിൽ ഞാനത് ഏറ്റെടുക്കും. എന്റെ ദൈവം അത് ചെയ്തു തരുന്ന ശക്തനായതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. എങ്ങനെ സംഭവിക്കുമെന്ന് നീ ചോദിക്കണം. യഹോവയാൽ സംഭവിക്കുക, പരിശുദ്ധാത്മാവിനാൽ ചിലത് സംഭവിക്കുക. അവൻ സ്വന്തം നാളെ കുട്ടികൾ മാത്രമേ നിന്റെ മണിക്കുന്ന് കണ്ടിട്ടുള്ളെങ്കിൽ ഈ നോട്ട് വെട്ടുകൾ ആ പ്രോഫസി പിടിക്കുക. നോട്ട് വെട്ടുകളുടെ മണിയിൽ ശൂന്യമായ മേഖലകൾ ഗൂഗിൾ പേ തുറന്ന് നോക്കിയാൽ ചില്ലറകൾ മാത്രമേ കിടക്കുന്ന അക്കൗണ്ടുകൾ. അവൻ സ്വന്തം ബാങ്ക് ബാലൻസ് നോക്കിയാൽ വളരെ തുച്ഛമായ ഒരു കിലോ അരിക്ക് പോലും അവൻ മഴയില്ലാത്ത അവൻ സ്വന്തം അവൻ ചിലത് കിടക്കുന്ന അക്കൗണ്ടുകൾ. നമ്മൾ പറയുന്നത് ഇതൊക്കെ എന്തിനു നിറയാൻ? ഞാൻ കൂലിപ്പണി എടുത്തിട്ട് എന്ന് നിറയാനാ? അവൻ സ്വന്തം ഞാൻ അധ്വാനിച്ച് 1000 രൂപയ്ക്ക് അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അരി വാങ്ങി സാധനം വാങ്ങി കഴിയുമ്പോൾ 500 രൂപ തീർന്നു. 500 രൂപ സേവ് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത പ്രശ്നം വന്നു. അവൻ സ്വന്തം ഇനി എങ്ങനെ സേവ് ചെയ്യാനാ? പക്ഷെ സ്വർഗം പറയും യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കേണ്ടത് ശൂന്യമായ ബാങ്ക് ബാലൻസ് അല്ല. നീ വിശ്വസിക്കേണ്ടത് ശൂന്യമായ മണിക്കെട്ടല്ല. നീ വിശ്വസിക്കേണ്ടത് ശൂന്യമായ മാനവകരമല്ല. അവൻ നീ വിശ്വസിക്കേണ്ടത് അവൻ സ്വന്തം സ്വർഗം എനിക്ക് വേണ്ടി ഏറെ സാധ്യതകളുടെ ആളിൽ നിന്ന് ഒരു സാധ്യത പുറപ്പെടുവിച്ച് രണ്ടുപേർ സമാധാനം കൂടാരത്തിലേക്ക് നടക്കുകയാണ്. രണ്ടുപേർ മാത്രം ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ ചെന്ന് താത്യം ചെയ്തു. അവർ രണ്ടുപേരും ഒരേപോലെ കമഴ്ന്നു വീണു. രണ്ടുപേരും ഒരേപോലെ കമഴ്ന്നു വീണു. എന്നിട്ട് കാര്യം തമ്പുരാനോട് ബോധിപ്പിച്ചു, ദൈവമേ നമുക്ക് വെള്ളമില്ല. കുഞ്ഞെ, വ്യത്യസ്തനായി ചിന്തിച്ചാൽ, വ്യത്യസ്തനായി പ്രവർത്തിച്ചാൽ നീ മടങ്ങി വരുന്നത് മറുപടിയുള്ളവനായിട്ടാണ്. വ്യത്യസ്തനായി ചിന്തിച്ചാൽ ഒരുപാട് ഉപവാസത്തിൽ നിന്നും ആവശ്യം വരത്തിലൊഴിഞ്ഞേ ഒരു പോക്ക്, ഒരു മിടുമ്പാടായി ഇഴക്കം, ഒറ്റ പ്രാർത്ഥന, കർത്താവേ അവർക്ക് വെള്ളമില്ല, അവർക്ക് വെള്ളമില്ല. അവൻ അടുത്ത് സ്വർഗത്തിന്റെ മറുപടി 40 ദിവസം കഴിഞ്ഞ് 41 തരാമെന്നല്ല പറഞ്ഞു വിട്ടത്. സ്വർഗത്തിന്റെ മറുപടി, നീ വഴിയെടുക്ക്. അവൻ ആ പാറയോട് നീ കൽപ്പിച്ചാൽ മതി. മനസ്സിലാക്ക്, നിന്റെ കയ്യിലിരിക്കുന്ന വടി ഒരു അധികാരത്തിന്റെ വടിയാ. ഈ വടി ഇരിക്കുന്നവൻ കൽപ്പിച്ചാൽ
വഴിയില്ലാതെ പോകരുതേ. ഹലോ, വഴിയില്ലാതെ പോകരുതേ. ഈ വഴി കൂടെ നീ എടുത്തോ. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വഴി കയ്യിലുണ്ടാകണം. വെളിപ്പാടി പറഞ്ഞ ഞാൻ കരം വയ്ക്കുന്ന രോഗി സൗഖ്യം. നമ്മൾ കരം വയ്ക്കത്തിൽ ദൂരെ നിന്ന് മാറി എന്ന് പറയുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് പോകുന്നതല്ല. അടുത്തൊരു വഴി ഉണ്ടെങ്കിൽ അവൻ സ്തോത്രം, അവൻ രോഗാത്മാവ് പറയില്ലേ, ദൈവം അയച്ചിട്ടൊരു വരുന്നുണ്ട്. അധികാരത്തിന്റെ വഴി അവന്റെ കയ്യിലുണ്ട്. എത്ര കുടിച്ചൊതുക്കി കെട്ടിവെച്ചാലും അവൻ കൽപ്പിച്ചാലേക്ക് വിടാതിരിക്കാൻ കഴിയത്തില്ല. അവൻ വിളിച്ചാൽ പുറത്തു വരാൻ കഴിയത്തില്ല. മരണമായി ലാസറേ, നീ എത്ര നാറ്റം വെച്ചാലും അധികാരത്തിന്റെ വഴിയുമായി വരുന്നവന്റെ മുന്നിൽ അവൻ ഉറങ്ങാൻ കഴിയത്തില്ല. എത്ര കല്ലറയ്ക്കുന്ന കൊതുക്കി വെച്ച് ലോകം മുഴുവൻ വന്നു എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ വഴിയുമായി ഒരുവൻ വിളിച്ചു, ലാസറേ പുറത്തു വരിക. അസാധ്യമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ യേശുവിന്റെ അടുക്കൽ ആളയച്ച മറിയം പറഞ്ഞു. കർത്താവേ, ഈ പുനരുദ്ധാനത്തിൽ നമുക്ക് കണ്ടാൽ മതി. ഇനിയിപ്പോ വിളിക്കണം, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. നിനക്ക് പുനരുദ്ധാനത്തിൽ നമ്മൾ ഒരുമിച്ച് കാണണം. പിന്നെ യേശു പഠിപ്പിച്ചത് അവൻ ലാസർ പുറത്തു വരുമെന്നല്ല, പുനരുദ്ധാന നാളുണ്ടെന്ന്. യേശു പഠിപ്പിച്ച പദങ്ങളെല്ലാം വെച്ച് കാര്യപ്പെട്ട് കിടക്കുക. യേശു അവരെ പഠിപ്പിച്ച് പറഞ്ഞ് പഠിപ്പിച്ചത് അവരുടെ മൈൻഡിനകത്ത് സെറ്റിനകത്ത് കയറ്റി വെച്ചത് അവൻ സ്തോത്രം, നീ ഭൂതങ്ങളെ പുറത്താക്കി വലിയ ആളായിട്ട് നോക്കാൻ നടക്കാമെന്നല്ല, ഒരു പുനരുദ്ധാനം ഉണ്ടെന്നാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്നാനപ്പെടാതെ ഇന്നും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാതെ ഇരിക്കുന്ന ദൈവമക്കളെ, യേശു പഠിപ്പിച്ച ഒരു പുനരുദ്ധാനമുണ്ട്. ആ പുനരുദ്ധാനത്തിൽ നീ നാളെ പോകാതിരിക്കാനാ ഈ സുവിശേഷം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ അധികാരത്തിന്റെ വഴിയെടുത്തു. അഹരോൻ കൂടെ വന്നു. അവർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകും. പിന്നെ യേശു ദൈവം എന്താ പറഞ്ഞിട്ടെന്നറിയാമോ? നീ അവിടെ ചെന്നിട്ട് കൽപ്പിച്ചാൽ മതി. എവരുടെ ആളുകളുടെ പിറുപിറുപ്പും എവരുടെയൊക്കെ അവൻ സ്തോത്രം കുത്തുവാക്കും അവഹേളനയൊക്കെ സഹിച്ചിട്ട് മോശ പാടിയിട്ട് രണ്ടായി പാടണം. പിന്നെ അവർക്ക് വേണ്ടുവോളം വെള്ളം. ഞാൻ വിളിച്ചു പറയാം, ദൈവം കൽപ്പിച്ച പ്രകാരമാണ് ചെയ്തത്. ആണോ? ദൈവം കൽപ്പിച്ച പ്രകാരമാണോ ചെയ്തത്? ഇല്ല. കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞോളൂ, അടിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് അടിച്ചു. എന്നിട്ട് പാറയിൽ നിന്ന് വെള്ളം പുറത്തു വന്നത്. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്ത് പണിയാണ് ഈ മോശം കാണിച്ചത്? നിന്റെ വാക്കനുസരിച്ചു ഈ മനുഷ്യൻ കൽപ്പിക്കാനേ പറഞ്ഞോളൂ. ഇപ്പൊ വായി പറഞ്ഞിട്ട് അടിച്ചിരിക്കുന്നു. എന്നിട്ട് നീ വെള്ളം കൊടുത്തു. കർത്താവ് പറയും, 40 ലക്ഷത്തിന്റെ ഇടയിൽ 2 മാത്രം വ്യത്യസ്തനായി എന്റെ അടുക്കലേക്ക് വന്നു. അവനെ ഞാൻ ഒരിക്കലും നിരാശമായി മടക്കപ്പെടും. അവനെ ഞാൻ ഒരിക്കലും അവന്റെ മുഖം പാടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? മോശ അവിടെ ചെന്നത് ഇന്ന് അവൻ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക, ദൈവം പ്രവർത്തിക്കുക. മോശ കണ്ടത് പാറയാ, മോശ കണ്ടത് മരുഭൂമിയാ. പക്ഷേ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു പറഞ്ഞു, ഇന്ന് ദൈവം അതിശയം പ്രവർത്തിക്കും. അവനെ എനിക്ക് ദുഃഖിപ്പിക്കുവാൻ കഴിയത്തില്ല. വ്യത്യസ്തനായി ചിന്തിക്കുക. വചനം പറയുന്നു, അവനിലേക്ക് നോക്കിയവർ അവരുടെ മുഖങ്ങളെ വീക്ഷിച്ചു. ഈ പകൽക്കാലം സഭയോട് ഞാൻ ശാന്തമായി പറയാം. പിന്നെ നമ്മുടെ ചിന്തകളെല്ലാം ലോകത്തിന്റെ ചിന്തകളാണ്. അതിനപ്പുറം കയറി നമുക്ക് ക്രിസ്തുവിലൊന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മരുഭൂമിയിൽ വെള്ളമൊഴുകിയാൽ ആ മരുഭൂമിക്ക് കുടിച്ചു വെറ്റിക്കാനുള്ള വെള്ളമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഒരു ദിവസത്തെ മഴ ഭൂമി പെട്ടെന്ന് കുടിക്കുമെങ്കിൽ ആഴ്ചകളോളം നിന്ന് പെയ്തു കഴിഞ്ഞാൽ ആ സ്തോത്രം മഴ പിന്നെ ഭൂമി കുടിക്കത്തില്ല. വരുന്നതെല്ലാം മുകളിലേക്കായിരിക്കും. ശ്രദ്ധിക്കുക, ആ ക്രിസ്തുവിങ്കലേക്ക് നോക്കിയവന്റെ മുൻപിൽ മരുഭൂമി കുടിച്ചിട്ടും കുടിച്ചിട്ടും കുടിച്ചിട്ടും
വറ്റാത്തൊരു ഉറവയായി എന്റെ സ്വർഗം മരുഭൂമിയിൽ തുറന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തുറന്നു തരുവാൻ ശക്തനാണ്. നീ പലിശ കൊടുത്ത് നീ ഗുളിക വാങ്ങിച്ച് നിന്റെ പണം മുഴുവൻ താഴ്ന്നു പോകുന്ന അവസ്ഥയെങ്കിൽ ദൈവം പറയും, ഒരു നാൾ നീ എന്നിലേക്കൊന്ന് നോക്ക, പിന്നെ അത് കുടിക്കത്തില്ല, പിന്നെ അത് താണു പോകത്തില്ല. അവൻ സ്തോത്രം, നീയും നിന്റെ തലമുറകള് നിന്റെ സകല മൃഗങ്ങളും കുടിച്ച് അവൻ സ്തോത്രം തൃപ്തി വരുത്തുന്ന നിലവാരത്തിൽ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എന്റെ ദൈവം അളന്നു കൊടുക്കുന്ന ദൈവമല്ല, അനന്തമായി കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ ചോദിക്കുക, നീ ചോദിച്ചു കൊള്ളുക. വിശ്വാസത്തോടെ ചോദിക്കുവാൻ ദൈവം സകലരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ ഏറ്റവും അനുഗ്രഹത്തിൽ, ഏറ്റവും നന്മയ്ക്ക്, ഏറ്റവും വിടുതലിന് കാരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ശുശ്രൂഷകളെ ഞാൻ അല്പനിമിഷത്തേക്ക് വിരാമം ഇടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.